എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നിൽക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ നാട്ടിലെ ഒരു അത്ലറ്റ് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒരുപാട് മെഡലുകൾ വാരിക്കൂട്ടിയ കൊല്ലം ജില്ലയിലെ പള്ളുമുക്കിലെ ലോഡിംഗ് തൊഴിലാളിയായിട്ടുള്ള നാസിമുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾക്ക് ഓർമ്മ കാണും, ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് മാർച്ചിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു, അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഒരു വീഡിയോ. അന്ന് അദ്ദേഹം ആ വേദിയിൽ പറഞ്ഞ്, എനിക്കൊരു സ്വപ്നമുണ്ട്, സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളൊരാഗ്രഹം അദ്ദേഹം പറയുകയും അതിനുവേണ്ടി കൊല്ലൂറുള്ള ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒരുമിച്ച് നിൽക്കുകയും അവർ മുന്നിട്ടിറങ്ങുകയും ചെയ്തു. നാസിമുദ്ദീൻ ഒരു സ്നേഹ വീട് എന്ന പദ്ധതിയുമായി കൊല്ലൂറുളയിലെ മനുഷ്യസ്നേഹിയും വ്യവസായിയുമായ ദമാം വാഹിദിക്ക 10 ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും ഇനിയും എന്ത് സഹായവും സഹകരണവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ കൂടെ കൊല്ലൂറുള്ള ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ന് ആ വീടിൻ്റെ കട്ടളവെപ്പ് നടക്കുകയാണ്. എല്ലാവരുടെയും ആഗ്രഹമാണ്, എല്ലാവരുടെയും സന്തോഷമാണ്. നാട്ടിലുള്ള പൗരപ്രമുഖരും നേതാക്കന്മാരും നാട്ടുകാരും എല്ലാവരും ഇവിടെ ഒത്തുചേർന്നുകൊണ്ട് ആ ഒരു സന്തോഷ നിമിഷം ഇന്നിവിടെ നടക്കുകയാണ്. ബഹുമാന്യരെ, നമ്മുടെ കൊല്ലൂറുള്ള പ്രദേശത്ത് ഏതാണ്ട് 14 വയസ്സ് മുതൽ കായിക രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് പള്ളിമുക്ക് നാസിമുദ്ദീൻ. അദ്ദേഹം ദേശീയ തലത്തിൽ മാരത്തോൺ മത്സരങ്ങളിൽ നിരവധി തവണ മത്സരിക്കുകയും 1ാം സമ്മാനങ്ങൾ അടക്കമുള്ളവ നേടുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായി കുട്ടിക്കാലത്തുണ്ടായ പരാധീനതകൾ മൂലം, സാമ്പത്തിക പരാധീനതകൾ മൂലം പഠിക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് ആ രംഗത്ത് മുന്നേറാൻ സാധിച്ചില്ല. പക്ഷേ ഇത്രയും കായിക നേട്ടം വന്നിട്ട് പോലും അദ്ദേഹത്തിന് അർഹമായ ഒരു അംഗീകാരം എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കൊല്ലൂറുള്ള ഫ്രണ്ട്സ്, അതുപോലെ തന്നെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളിമുക്ക് യൂണിറ്റ്, കൊല്ലൂറുള്ള മുസ്ലിം ജമാഅത്ത്, അങ്ങനെയൊക്കെയുള്ള ലോഡിംഗ് തൊഴിലാളി യൂണിയൻ, ഇങ്ങനെയൊക്കെയുള്ള സംഘടനകൾക്ക് അദ്ദേഹത്തിൻ്റെ കഴിവ് തിരിച്ചറിയുകയും തുടക്കത്തിൽ തന്നെ ആദരിക്കുകയും ചെയ്തു. അതിൽ തന്നെ ആദ്യം തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണ് ആദ്യത്തെ സ്വീകരണം കൊടുക്കുന്നത്. അതിനുശേഷം ജമാഅത്ത് കൊടുത്ത് അതോടുകൂടി നമ്മളെ ഏറ്റവും അവസാനം അദ്ദേഹം നടന്ന ഒരു മത്സരം ഹരിയാനയിൽ നടന്നതാണ്. ആ മത്സരത്തിന് പോയി പ്രൈസ് എടുത്തുകൊണ്ട് വന്നപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ അത് ശ്രദ്ധിക്കപ്പെടുകയും അദ്ദേഹത്തിന് ഇക്കഴിഞ്ഞ മാർച്ച് 3-ാം തീയതി 2024 മാർച്ച് 3-ാം തീയതി പള്ളിമുക്കി വെച്ച് ഗംഭീരമായൊരു സ്വീകരണം നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ മനുഷ്യസ്നേഹിയും വ്യാപാര പ്രമുഖനും വ്യവസായിയുമൊക്കെ ആയിട്ടുള്ള ശ്രീ ദമാം എസ് അബ്ദുൽ വാഹിദ് സാഹിബ് 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുകയും വസ്തു വാങ്ങുന്നതിലേക്ക് അത് വിനിയോഗിക്കുകയും നാസിമുദ്ദീൻ്റെ കയ്യിലുള്ള സമ്പത്ത് കൂടി ചേർത്ത് ഇവിടെ ഒരു 5 സെന്റ് വസ്തു വാങ്ങിച്ച് ഫൗണ്ടേഷനുള്ള വസ്തുവാണ് ഇത്. പള്ളിമുക്ക് ഷെയ്ഖുന മക്ബറയുടെ സമീപത്ത് നിന്ന് ഉള്ള ഷെയ്ഖുന നഗർ 176-ലാണ് 76A-ലാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അതോടൊപ്പം അന്ന് സ്വീകരണത്തിൽ വെച്ച് നമ്മൾ 1.25 ലക്ഷം രൂപ അദ്ദേഹത്തിന് ക്യാഷ് അവാർഡായി നൽകിയിരുന്നത്. എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇന്ന് ഈ സെപ്റ്റംബർ മാസം 20-ാം തീയതി 2024 സെപ്റ്റംബർ മാസം 20-ാം തീയതി വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. കട്ടളവെപ്പാണ്. നാസിമുദ്ദീൻ്റെ ഭവനത്തിന് വേണ്ടിയുള്ള ഒരു കട്ടളവെപ്പ്. ഈ ഫൗണ്ടേഷൻ 1325 സ്ക്വയർ ഫീറ്റ് പ്ലാനും സ്കെച്ചും ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനകീയ സഹകരണത്തോടുകൂടി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട്, മതപരമായ ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് മനുഷ്യരെല്ലാം കൂടെ ഒന്നുചേർന്ന് അദ്ദേഹത്തിന് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കാനുള്ള ആലോചനയിലാണ്, പരിശ്രമത്തിലാണ്. ഇതെല്ലാം വിജയിപ്പിക്കേണ്ടത് സർവശക്തനായ നാഥനാണ്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഇത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മുടെ നാടിന്റെ അഭിമാനമാണ് അന്തർദേശീയ മാരത്തോൺ താരം, ചുമട്ടുതൊഴിലാളി കൂടിയായ പള്ളിമുക്ക് നാസിമുദ്ദീൻ ഒരു കിടപ്പാടം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി കൊല്ലൂറുള്ള ഫ്രണ്ട്സ് എന്ന കൂട്ടായ്മ ആ പ്രവർത്തനം ഏറ്റെടുത്തു. അവര് വസ്തു വാങ്ങി വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് പൂർത്തീകരിച്ചെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. നമ്മുടെ നാടിന്റെ അഭിമാനമായ പള്ളിമുക്ക് നാസിമുദ്ദീന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട നാസിമുദ്ദീൻ സാഹിബിന്റെ വീടിന്റെ കട്ടളവെപ്പ് കഴിഞ്ഞു. ഒരുപാട് സാധുക്കളായ ആളുകൾ, പട്ടിണിപ്പാവങ്ങൾ, അതുപോലെ തന്നെ വീട്, ഭവനം എന്നുള്ളത് സ്വപ്നമായി മാത്രം കാണാൻ കഴിവുള്ള, അതിനു മാത്രം പ്രാപ്തിയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ട്. അവരെയൊക്കെ കണ്ടുപിടിക്കുകയും അവർക്ക് അർഹമാണ് എങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ സജ്ജരാകുകയും ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ കൂടെയുള്ളത് വലിയ സന്തോഷവും
നമുക്ക് വലിയ സമാധാനം നൽകുന്നതുമാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നോട്ട് വരിക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾപ്പെട്ട പരിസരങ്ങളിലുള്ള സാധുക്കളിലേക്ക് ചെയ്തു കൊടുക്കാനും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നടക്കുന്ന വീടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകട്ടെ എന്ന് സർവശക്തരായ അള്ളാഹുവിനോട് ദുആ ഇറക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇന്ന് വളരെ സന്തോഷകരമായ ഒരു സമയത്താണ് പള്ളിമുക്ക് നിവാസികൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നാസിമുദ്ദീൻ എന്ന നമ്മുടെ ഒരു സഹോദരൻ, പള്ളിമുക്കിൻ്റെ പവിഴമുത്ത്, ലോകമെമ്പാടും ജനശ്രദ്ധയെ ആകർഷിച്ച വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു ഭവനം നമ്മുടെ നാട്ടുകാരുടെ ഒരു സ്വപ്നം എന്നുള്ള രീതിയിൽ അത് വിജയിപ്പിക്കാൻ വേണ്ടി വിവിധ സംഘടനകളും വിവിധ വ്യക്തികളും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രയത്നത്തിലാണ്. നാടിൻ്റെ എല്ലാവിധ ഐശ്വര്യവും ആശീർവാദവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുജീർ റഹ്മാൻ പൈസാനി പറഞ്ഞു, ജമാഅത്തിൻ്റെ പ്രസിഡന്റ് അൻസാരി പറഞ്ഞു. അതുപോലെ തന്നെ എനിക്കും പറയാനുള്ളത്, നാട്ടിൽ സാമ്പത്തികമായി ഒന്നും തന്നെ ഇല്ലാതെ വന്നു. അദ്ദേഹത്തിന് നേരത്തെ ഇവിടെ ഫിനിഷ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ കാലഘട്ടം കഷ്ടപ്പാടിൻ്റെയും പട്ടിണിയുടെയും ഒരു കാലഘട്ടം. മനുഷ്യൻ സാമ്പത്തിക നിലയിൽ സഹായിക്കാൻ ആരും ഇല്ലായിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ സ്വപ്രയത്നാലെയാണ് അദ്ദേഹം ഒരു ലോഡിംഗ് തൊഴിലാളി. അപ്പോൾ ഈ പ്രായത്തിൽ അയാൾ ഓടാൻ തയ്യാറായി നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമാണ്. കൊല്ലൂറുള്ളയുടെ ഒരു അന്തസ്സാണ്. ഈ കൊല്ലൂറുള്ള അദ്ദേഹത്തിന് വേണ്ടി കൊല്ലൂറുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ് ഇതിനു വേണ്ടി ഇറങ്ങിയത്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി വളരെ ഭംഗിയായി ഒരു ഭവനം നിർമ്മിക്കാൻ അതിന് വസ്തു മേടിച്ചു. ഭവനത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്കം കട്ടള വെച്ച് കഴിഞ്ഞു. ഏറെ ബഹുമാനരെ, ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ നാസിമുദ്ദീന് ഒരു ഭവനം, ഇവിടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഭവനം ഇല്ലായിരുന്നു എന്നുള്ളതൊരു വലിയ പോരായ്മയാണ്. ആ പോരായ്മ ഇവിടെ പരിഹരിക്കുകയാണ്. അതിനൊരു ജമാഅത്തും ഒക്കെ അതിൻ്റെ ഭാരവാഹികളെ ആകെ അഭിനന്ദിക്കുവാൻ ഞാൻ അവസരം. നമസ്കാരം. കൊല്ലൂർവിള പള്ളിമുക്കൽ നാസിമുദ്ദീൻ എന്നൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിനൊരു വലിയ സ്വപ്നം ലോകത്തെ മുഴുവൻ കീഴടക്കുന്ന ഒരു അത്ലറ്റ് ആകണമെന്നുള്ളത്. അതിന് മുഴുവൻ പള്ളിമുക്ക് നിവാസികളും കൂട്ടുനിന്നു. അദ്ദേഹം വലിയ പ്രശസ്തനായ ഒരു അത്ലറ്റായി മാറി. ഇന്ന് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്വപ്നമാണ് ഒരു വീട്. ആ വീടെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കൊല്ലൂർവിള വാട്സാപ്പ് കൂട്ടായ്മ എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പ്, അദ്ദേഹത്തിൻ്റെ മാത്രമായിരുന്ന സ്വപ്നം, ആ സ്വപ്നം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഈ പള്ളിമുക്ക് നിവാസികൾ മുഴുവൻ ഒന്നടങ്കം ആ സ്വപ്നം സാക്ഷാത്കരിക്കാനും കൂടെ കൂടിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കട്ടളവെപ്പാണ്. എല്ലാ നല്ലവരായ നാട്ടുകാരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇത് പൂർത്തീകരിക്കുന്നത്. ഞാൻ അതിൻ്റെ കൂടെ ഉണ്ട്, നിങ്ങളും ഉണ്ടാവും. പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത്. ഫ്രണ്ട്സിന്റെ ഈ കൂട്ടായ്മ വിജയിപ്പിക്കുന്നതിന്, ഈ ഭവനം സാക്ഷാത്കരിക്കുന്നതിന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഉറപ്പായും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും സഹകരിക്കും എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. പ്രിയമുള്ളവരെ, ഏറ്റവും സന്തോഷവും അഭിമാനകരവുമായ നിമിഷത്തിലാണ് നാം പലരും പറഞ്ഞതുപോലെ ശ്രീ നാസിമുദ്ദീൻ അദ്ദേഹത്തിൻ്റെ പ്രതിഭ യഥാസമയം തിരിച്ചറിഞ്ഞു അതിനാവശ്യമായ പ്രോത്സാഹനം നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ നാട് അറിയപ്പെടേണ്ടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാകുമായിരുന്നു. എന്തു തന്നെയായിരുന്നാലും അത് നമുക്ക് യഥാസമയം തിരിച്ചറിയുവാനും വേണ്ട പ്രോത്സാഹനം കൊടുക്കുവാനും ഈ നാടിന് കഴിഞ്ഞില്ല. ഇപ്പോൾ അദ്ദേഹം ജീവിത പ്രാരാബ്ദങ്ങൾ അദ്ദേഹത്തെ ഒരു ചുമട്ടുതൊഴിലാളിയാക്കി. അങ്ങനെ ജീവിച്ചു വരവേ അദ്ദേഹത്തിലെ ആ കായിക പ്രതിഭ പല ഘട്ടങ്ങളിലും നമ്മുടെ രാജ്യാന്തര മത്സരത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുവാൻ അദ്ദേഹത്തിന് പ്രേരണയായി. തുടർന്ന് ഒരു ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും കൂടെ ഒത്തുചേർന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കണം. പക്ഷേ കൊല്ലൂർവിള ഫ്രണ്ട്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനം വ്യത്യസ്തമാണ്. വിവിധ രാജ്യങ്ങളിൽ പോയി മത്സരിച്ചാൽ ഒരു പാവപ്പെട്ട തൊഴിലാളി നല്ല മനസ്സുകളുടെ സഹായത്തോടുകൂടി കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുക, അതിനകത്ത് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണ്. ഇത് മാതൃകപരമാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഇത് മനുഷ്യത്വം ഇനിയും മരവിച്ചിട്ടില്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഒരു കൂട്ടം നല്ല ആളുകളുടെ
പിൻബലത്തോടു കൂടി ഞാൻ കൊടുവള്ള ഡിവിഷന്റെ 4ാം ഡിവിഷന്റെ കൗൺസിലറാണ്. എൻ്റെ ഡിവിഷനിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഈ അത്ലറ്റ്സ് ആയിട്ടുള്ള നാസിമുദ്ദീൻ. ജനിച്ച കാലം തൊട്ട് എനിക്കറിയാവുന്നതാണ്. വീട് എന്നൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹങ്ങളുള്ളത്. എന്നാലും നമ്മുടെ ഈ തൊഴിലാളി INTUC തൊഴിലാളിയായിട്ടുള്ള ശ്രീ നാസിമുദ്ദീന് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു 3 മാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിനു മുമ്പ് ഒരു വീട് വെച്ച് കൊണ്ട് നൽകാൻ പടച്ചോ. എൻ്റെ പേര് മാജിദ വഹാബ്. ഞാൻ കോർപ്പറേഷൻ മുൻ കൗൺസിലറായിരുന്നു. ഇപ്പോൾ വനിതാ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. ഒറ്റ വാക്ക് പറയാൻ മാത്രമേ ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരുപാട് പേരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങളോടൊപ്പം നിങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇത് എത്രയും പെട്ടെന്ന് വീട് പൂർത്തീകരിച്ച് നാസിമുദ്ദീൻ്റെ കുടുംബത്തിൻ്റെയും സ്വപ്നം സാക്ഷാത്കരിച്ച് കൊടുക്കണമെന്ന് മാത്രം പറയുന്നു. അതിനൊപ്പം നിങ്ങളെല്ലാവരും ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള എല്ലാ സഹോദരങ്ങളും ഒരുപോലെ ഒന്ന് കൈകോർത്ത് ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടാകണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനാണ്. എൻ്റെ പേര് കല്ലുമൂട്ടിൽ ശിഹാബുദ്ദീൻ. ഈ നാസിമുദ്ദീൻ്റെ ഭവന നിർമ്മാണ കൂട്ടായ്മയുടെ ട്രഷററാണ് ഞാൻ. ഈ നാസിമുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി ഏതാണ്ട് 14ാമത്തെ വയസ്സിൽ ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഉദയധാര സാംസ്കാരിക സംഘടനയിൽ മാരത്തോൺ ഓടാൻ വന്ന ഒരു വ്യക്തിയായിരുന്നു. അന്ന് പ്രായം കുറവ് കൊണ്ട് മാറ്റി നിർത്തിയതാണ്. അപ്പോൾ ഞങ്ങളാരും അറിയാതെ തന്നെ വാരിപ്പള്ളിയിൽ പോയി ആ ഓട്ടത്തോടൊപ്പം ചേരുകയും 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. അത് ആ ഒരു പ്രചോദനമാണ് നാസിമുദ്ദീനെ ഈ മാരത്തോൺ റൈസിലോട്ടുള്ള മുന്നോട്ടുള്ള എല്ലാവരും ഈ സംരംഭത്തോട് നിന്ന് ഒരുമിച്ച് നിന്ന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കട്ടള വെപ്പ് ചടങ്ങിന് ഞാനും കൂടെ കാണണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ പറ്റിയില്ല. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ദുബൈയിലൊന്ന് വരേണ്ട കാര്യമുണ്ടായിരുന്നു. വന്നു. എന്തായാലും വളരെ നല്ല രീതിയിൽ കട്ടള വെപ്പ് എല്ലാവരും ആത്മാർത്ഥമായി അതിനകത്ത് സഹകരിച്ചു. നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നുപോയി. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ അടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും എല്ലാവരും കൂട്ടായി ഇതുപോലെ തന്നെ ഉണ്ടാവും. നമ്മളെ താക്കോൽ കൊടുപ്പ് ചടങ്ങ് വരെ എല്ലാവരും ഇതുപോലെ തന്നെ പ്രവർത്തിക്കുകയും എല്ലാവരും കൂട്ടായി കാണുമെന്നും വിചാരിക്കുന്നു. അതുപോലെ ഇന്ന് ഇവിടെ കൂടിയ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. അതുപോലെ നിങ്ങൾ എല്ലാ പ്രാർത്ഥനകളിലും എന്നെ ഉൾപ്പെടുത്തുക. ഞാനും എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ഷാനവാസ്. ഞാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളിമുക്ക് യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇന്നിവിടെ നടന്ന ഈ ഒരു ചടങ്ങ് നമ്മളുടെ മാരത്തോൺ കായിക താരമായിരുന്ന ശ്രീ നാസിമുദ്ദീൻ, അദ്ദേഹം വർഷങ്ങളായി മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും സ്വർണവും വെള്ളിയും വെങ്കലവും മെഡലുകൾ വാരിക്കൂട്ടി നമ്മളുടെ കേരളത്തിനും പ്രത്യേകിച്ച് നമ്മളുടെ കൊല്ലൂരുള്ള നിവാസികൾക്കും ഒരു അഭിമാനമായി മാറിയിരിക്കുന്ന ഒരു വ്യക്തി. ഇവിടെ താമസിക്കുന്നതിന് സർവശക്തന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പറഞ്ഞു. ഞാൻ ഹാജി നൗഷർ ഹംസ, വ്യാപാര വ്യവസായ ഏകോപന സമിതി തട്ടാമല ചൈതിക്കട യൂണിറ്റ് പ്രസിഡന്റാണ്. വളരെ മഹത്വമായ ഒരു കർമ്മമാണ് ഇവിടെ നടത്തപ്പെട്ടത്. എല്ലാവിധ തൗഫീഖും പടച്ചതമ്പുരാൻ നൽകട്ടെ എന്ന് തരണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. PK അഷ്റഫ്, കൊല്ലൂർ മുസ്ലിം ജമാഅത്ത് മെമ്പറാണ്. നമ്മുടെ പ്രിയ സുഹൃത്തായ നാസിമുദ്ദീന് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കുന്നതിന് ഇവിടെ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഭവന നിർമ്മാണത്തിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന എല്ലാ ആൾക്കാരും ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് സാമ്പത്തിക സഹായങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും അതുപോലെ നാസിമുദ്ദീനൊരു ഭവനം ഉണ്ടാക്കുന്നതിന് നാസിമുദ്ദീനും ഈ ഭവനത്തിൽ കയറി കിടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് സാമ്പത്തിക സഹായമാണ് പ്രധാനമായിട്ടും ആവശ്യമുള്ളത്. അതിനുവേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് രതീഷ് അല്ലേ? രതീഷ് എന്ന് പറയുന്ന കോൺട്രാക്റ്റാണ്. നമ്മളെവിടെയാ? നമ്മളത് എൻ്റെ പേര് രതീഷ് കുമാർ. ഞാൻ മൈലാപ്പൂർ താമസം. മൈലാപ്പൂരാണ്. അത് ശരി. ആ, നമ്മളൊക്കെ ഇവിടെ ഓഫീസ് അവിടെയാണല്ലേ? മൈലാപ്പൂർ തന്നെയാണ്. ഇത് ഇവർ കോണ്ടാക്ട് ചെയ്തപ്പോൾ യാതൊരുവിധ മടിയും കൂടാതെ അതെന്താണെന്നുണ്ടെങ്കിലും ചെയ്ത് തീർക്കാമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും പറയാനുണ്ടോ? റേറ്റൊക്കെ കുറച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതെ, തീർച്ചയായും. അപ്പോൾ നല്ല രീതിയിൽ എല്ലാം ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ബഹുമാന്യരെ, നമ്മുടെ
പള്ളിമുക്ക് നാസിമുദ്ദീൻ സാഹിബ് വിശദമായ കാര്യങ്ങളൊക്കെ പല പ്രഗത്ഭരായ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ വീട് വെപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പല കൺട്രാക്ടർമാരെയും ഒക്കെ സമീപിച്ചപ്പോൾ അപ്പോൾ ഏറ്റവും കുറവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൺട്രാക്ടറിനെയാണ് നമുക്ക് രതീഷ് മൈലാപ്പൂരുള്ള അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതിന് മുമ്പ് നമ്മുടെ ഈ ഗ്രൂപ്പിൽപ്പെട്ട 1-2 പേര് അദ്ദേഹത്തെ വെച്ച് ഈ ബിൽഡിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എല്ലാവർക്കും തൃപ്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തന്നെ നമ്മൾ വർക്ക് കൊടുക്കുകയും ഇത് നല്ല രീതിയിൽ പൂർത്തീകരിച്ച് തരുവാൻ അദ്ദേഹം നല്ല രീതിയിൽ മനസ്സ് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ ഭവനം നിർമ്മിച്ച് അതിൽ സന്തോഷമായി ജീവിക്കുവാനുള്ള ഒരു മാർഗം സർവശക്തൻ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും നിർത്തുന്നു. വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ നല്ലവരായ ആൾക്കാർക്കും എൻ്റെ ഹൃദയം നിന്ന് നന്ദി അറിയിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഈ വീട്. അത് എത്രയും പെട്ടെന്ന് പണി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അങ്ങനെ ആ സ്വപ്നം ഇവിടെ പൂവണിയാണ്. എത്രയും വേഗം തന്നെ നല്ല രീതിയിൽ പണി പൂർത്തീകരിച്ചുകൊണ്ട് താക്കോൽദാന ചടങ്ങും നമുക്ക് കാണുവാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. ആ ഒരു സന്തോഷ ദിനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ വീഡിയോയും നമുക്ക് ഇൻഷാ അല്ലാഹ് ഇടാം. എല്ലാവരും സഹകരിക്കുക. അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരേക്കും ബായ്.